വേദത്രയങ്ങളുടെ അടിസ്ഥാനത്തിൽ യജ്ഞങ്ങൾ ചെയ്തുകൊണ്ട് സ്വർഗവും സ്വർഗത്തിലെ ഭോഗൈശ്വര്യങ്ങളും നേടാം. സ്വർഗവും സ്വർഗത്തിലെ ഭോഗൈശ്വര്യങ്ങളും കാക്ഷിക്കുന്നവർ മൂഢന്മാരാണ്. ഭഗവത്ഗീത 2:43-44. വേദങ്ങൾ വഴി മൂഢന്മാരെ സൃഷ്ടിക്കലാണോ ആധ്യാത്മിക ആചാര്യന്മാരുടെ ആത്യന്തിക ലക്ഷ്യം? കഷ്ടം തന്നെ എന്നേ പറയാനുള്ളൂ. വേദങ്ങളിലൂടെ മൂഢന്മാരെ സൃഷ്ടിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് വേദങ്ങളാൽ പറയപ്പെട്ട അല്പഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന കർമ്മങ്ങളിൽ തന്നെ കുടുങ്ങി അത് തന്നെ പരം എന്നഭിമാനിച്ച് അതിനപ്പുറത്ത് വേദം ഉപദേശിക്കുന്ന തത്വചിന്തയിലേക്ക് ഉയരാതെ കുടുങ്ങിക്കഴിയുന്നവരെയാണ് ഭഗവാൻ 2-ാം അധ്യായത്തിൽ അല്പം പരിഹസിച്ചുകൊണ്ട് പറയുന്നത്. അവർക്ക് സമാധി ഉണ്ടാവില്ല എന്നും ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. യാമിമാം പുഷ്പിതാം വാചം പ്രവദന്ത്യപി പശ്ചിത വേദവാദരതാ പാർത്ഥ നാന്യദസ്തീതി വാദിന കാമാത്മാന സ്വർഗപര ജന്മകർമ്മഫലപ്രദാം ക്രിയാവിശേഷബഹുളാം ഭോഗൈശ്വര്യ ഗതിം പ്രതി ഭോഗൈശ്വര്യ പ്രസക്താനാം തയാപഹൃത ചേതസാം വ്യവസായാത്മിക ബുദ്ധി സമാധൗന വിധീയതേ എന്നൊരു സന്ദർഭത്തിൽ, ത്രൈഗുണ്യ വിഷയാവേദാഹ എന്ന് വേറൊരു സന്ദർഭത്തിൽ, ഇങ്ങനെ കേവലങ്ങളായ കർമ്മങ്ങളിൽ കുടുങ്ങിപ്പോകുന്നതിന് ഭഗവാൻ പരിഹസിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടി എന്നാണെങ്കിൽ, കർമ്മങ്ങൾ ചിത്തശുദ്ധിയർത്ഥമാണ്. ആ ചിത്തശുദ്ധിയർത്ഥം കർമ്മങ്ങളെ ചെയ്യുക തന്നെ വേണം. ചിത്തശുദ്ധിയിലൂടെ തത്വവിചാരത്തിലേക്ക് ഉയരാം. തത്വവിചാരപ്രകാരത്തിലൂടെ ഉയർന്ന് പരമമായ നിശ്രേയസത്തിലേക്ക് എത്താം. ഇത് പറയുന്നത് ഗീതയിലാണ്. ഏത് ഗീതയിൽ? വേദസാരമായ ഗീതയിൽ. വേദസാരമാണ് ഗീത. വേദസാരമായ ഗീത വേദത്തെ നിന്ദിക്കില്ല. ഒരു കുട്ടി പാഠം പഠിച്ചാൽ മിഠായി തരാമെന്ന് അമ്മ പറഞ്ഞു. മിഠായി ആഗ്രഹിച്ചു കുട്ടി പഠിച്ചു. പിന്നെ പഠിക്കുന്നത് മറന്ന് മിഠായിക്ക് വേണ്ടി മാത്രം ഇരിക്കുകയാണെങ്കിൽ അവൻ വഴിതെറ്റി എന്ന് പറയാം. അത്രയേ ഉള്ളൂ. വൈദിക കർമ്മങ്ങൾക്ക് ചില ഫലവിശേഷങ്ങളെ പറഞ്ഞത് മനുഷ്യനെ കർമ്മങ്ങളിൽ കൊടുക്കാനല്ല, മറിച്ച് കർമ്മങ്ങളിലൂടെ ഉദ്ദേശിക്കുന്ന ചിത്തശുദ്ധിയെ നേടി ഉയരാനാണ്. അല്ലാത്ത പക്ഷം വേദത്തിൽ ഉപനിഷത്ത് എന്നൊരു ഭാഗം ഉണ്ടാവരുതായിരുന്നു. എന്നാൽ വേദത്തിന്റെ അവശ്യമായ താൽപര്യനിർണയമായ ഭാഗമാണ് ഉപനിഷത്ത്. എന്ന് മാത്രമല്ല, വേദസംഹിതയിൽ പോലും അത്യുദാത്തങ്ങളായ എത്ര തത്വചിന്ത അടങ്ങിയിട്ടുണ്ടെന്ന് അതിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. അത്യുദാത്തമായ എത്ര മഹിമയാർന്ന തത്വചിന്ത വേദസംഹിതയിൽ അടങ്ങിയിട്ടുണ്ട്, ബ്രാഹ്മണങ്ങളിൽ അടങ്ങിയിട്ടുണ്ട്, ആരണ്യകങ്ങളിൽ അടങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ പ്രവേശിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. ശ്രദ്ധയോടുകൂടി ആദരവോടുകൂടി ഒന്ന് സമീപിക്കുക വേദത്തെ. അപ്പൊ കാണാം അതിലടങ്ങിയ തത്വചിന്ത എത്രമാത്രമെന്ന്. ഗീതയിലെ ഏതെങ്കിലും ചില ഭാഗങ്ങൾ മാത്രം അടർത്തിയെടുത്ത് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഗീതയെ പൂർണ്ണമായി സമ്യക്കായി പരിശോധിക്കുമ്പോൾ അത് വേദത്തിന്റെ സാരമാണ് എന്ന് നമുക്ക് ബോധിക്കാൻ സാധിക്കും. സംശയമൊന്നുമില്ല.